ഇതിപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ അറിയാം ഒരു മീനിന് മസാല പുരട്ടുകയാണെന്നല്ലേ. പക്ഷേ ഇതിൻ്റെ മസാലയാണ് പ്രധാനം, അതിനാണ് പ്രാധാന്യം. ശരിക്കും ഈ ഒരു സ്പെഷ്യൽ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് നന്നായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് ഡയറക്റ്റ് കാണിക്കുന്നുണ്ട് മസാല എങ്ങനെയാണ് ഏത് രീതിയിലാണ് പുരട്ടുന്നത് എന്നുള്ളത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കുളത്തിൻ്റെ ഒരു വീഡിയോ ആണ്. കുളത്തിൽ മീനിനെ പിടിച്ചിട്ട് വേറെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇവിടെ കുളത്തിലെ ഫുള്ളും വെള്ളം മുഴുവനായിട്ട് അടിച്ച് കളഞ്ഞായിരുന്നു. വേറെ മോട്ടർ വെച്ച് അടിച്ച് കളഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് മീൻ മാത്രമായിട്ട് അതിന് ശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമുള്ള ചെറിയ രീതിയിലുള്ള വെള്ളം നിർത്തിയിട്ട് കൂടുതൽ 99% വെള്ളം അടിച്ച് കളഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം വെള്ളത്തിന് അമോണിയയുടെ കൂടുതലോ അല്ലെങ്കിൽ pH ലെവൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതെന്തെങ്കിലും മീനിന് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ആണ് വരുന്നതെങ്കിൽ വെള്ളം അടിച്ച് കളഞ്ഞിട്ട് പിന്നീട് പ്യുവർ വാട്ടർ നമ്മളതിലേക്ക് നിറയ്ക്കും. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ കിടക്കുന്ന ബ്രാലാണ്. ഇതിപ്പോൾ അതിൽ നിന്ന് പിടിച്ചെടുത്ത സിലോപ്പി എന്ന് പറയുന്ന മീനാണ്. അതായത് കരിമീൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. കരിമീൻ്റെ ഫാമിലിയിൽ അതായത് പറഞ്ഞു വരുമ്പോൾ കരിമീൻ്റെ അളിയനായിട്ടൊക്കെ വരും. ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ തന്നെ 1.5 കിലോ ഉണ്ട് ഈ മീൻ. അങ്ങനെ ഇപ്പം മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത്രയും നല്ല ഫ്രഷ് മീൻ നമുക്ക് പുറത്തുനിന്ന് കിട്ടില്ലല്ലോ. ഐസ് ഇട്ടതും പിന്നെ ഡയറക്റ്റ് പിടിച്ച് കിട്ടുന്ന മീൻ വളരെ കുറവാണ്. ഇപ്പോൾ ആ മീൻ പിടിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുത്തു. നല്ല അടിപൊളി മീനാണ് സിലോപ്പി എന്ന് പറയുന്ന മീൻ. അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും മീനിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇതിപ്പം ഇവിടെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി ശരിക്കും ഒരു മൺചട്ടിയിലേക്ക് കുറേ ഉപ്പ് ഇട്ടതിന് ശേഷം ഈ മീനിൻ്റെ ഫുള്ളും മീനിൻ്റെ പുറത്തുള്ള ആ ഒരു വഴുവഴുപ്പും ആ ഒരു വഴുക്കും എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയെടുക്കണം. അപ്പോൾ കരിമീനായാലും ശരി തന്നെ, നമ്മൾ കടലിൽ നിന്ന് കിട്ടുന്ന മീനായാലും ഞാൻ ചൂര അങ്ങനെയൊക്കെ ആയാലും നെത്തോലി ഏതായാലും ജസ്റ്റ് ഉപ്പിട്ടൊന്ന് ഒരവി എടുക്കും. പക്ഷേ ഇത്രത്തോളം പറ്റില്ല. ഇത് ഇപ്പോൾ നമ്മൾ കുളത്തിലൊക്കെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ പായലിൻ്റെ അംശവും ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ വഴുവഴുപ്പൊക്കെ കൂടുതലാണ്. ഭയങ്കര കയ്യിലെടുക്കുമ്പോൾ തന്നെ മീനങ്ങ് സ്ലിപ്പായി പോകും. ഇതിപ്പോൾ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി ഒരു മീൻ 1.5 കിലോ ഉണ്ട്. അപ്പോൾ ഓരോ പീസിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പം നമുക്കിവിടെ മീൻ കൊയ്ത്ത് മഹോത്സവമൊക്കെ കഴിഞ്ഞായിരുന്നു. പഞ്ചായത്ത് സ്ഥാനത്തിലൊക്കെ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തി. ഇപ്പം ഞാൻ മീനിന് എടുക്കുന്ന മസാലയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ തന്നെ കുരുമുളകാണ്, പച്ച കുരുമുളകും കറിവേപ്പിലയും കാന്താരി മുളകും അതുപോലെ ചെറിയ ഉള്ളി അങ്ങനെ എല്ലാം ചേർത്ത് ഇടിച്ച് ചതച്ച് ഒരു സ്പെഷ്യൽ മസാലയാണ് ഇത്. ഇതേ മസാലയിൽ ഫ്രൈ ചെയ്ത് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മീനൊന്നും ഞാൻ കഴിക്കില്ല. നമ്മുടെ കുളത്തിലെ മീനായാലും കായൽ മീനൊന്നും ഞാൻ കഴിക്കില്ല. പിന്നെ ഇവിടെ മക്കൾക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടമായത് കൊണ്ട് അതുണ്ടാക്കുന്നു. അപ്പോൾ അത് ഏത് രീതിയിലായാലും ടേസ്റ്റ് എങ്ങനെ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് നമ്മൾ നോക്കി അവർക്ക് നല്ലതല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ വെറൈറ്റി ആയിട്ട് കുരുമുളക് പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അതിൽ നിന്ന് പച്ച കുരുമുളക് എടുത്തു. അത് നമ്മൾ ഇടികല്ലിൽ കുറച്ച് ഒന്ന് ഇടിച്ച് ബാക്കി അതുപോലെ കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഒരു പിടി വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇടിച്ചെടുത്ത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് മസാല പുരട്ടാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കണ്ട് പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതുപോലുള്ള സപ്പോർട്ടുകളാണ് നമുക്ക് തരുന്ന ഓരോ സപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം. പിന്നെ അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഇതുപോലെ മസാല ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ കുരുമുളക് നമ്മുടെ തന്നെ വീട്ടിലെ കുരുമുളക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് വറുത്ത് പൊടിച്ച് ഇട്ടൊക്കെ ആയിരിക്കുമല്ലോ മസാല തയ്യാറാക്കുന്നത്. ഉണക്ക കുരുമുളക്, ഇത് പച്ച കുരുമുളകും കാന്താരി മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും
അത് വല്ലാത്തൊരു ഭയങ്കര ഒരു മിക്സിങ്ങാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ള എരിവിന്. പിന്നെ ഇതിൽ കാന്താരി മുളകെല്ലാം ഒത്തിരി ചേർത്തിട്ടുള്ളത് കൊണ്ട്, അതായത് പച്ച കുരുമുളക് നല്ല എരിവാണ്, അപ്പം കാശ്മീരി മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ നാരങ്ങ ചേർത്തിട്ടില്ല. നാരങ്ങയാണ് സാധാരണ മീൻ ഫ്രൈ ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാൻ അതൊക്കെ നാരങ്ങയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം ഞാൻ അതിൽ അല്പം 1 സ്പൂൺ വിനീഗറാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് നാരങ്ങ നോക്കിയപ്പോൾ അത് തീർന്നു പോയായിരുന്നു. അപ്പോൾ വിനീഗറും ചേർത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ, അത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ, അതിന് പ്രത്യേക ഒരു ടേസ്റ്റും മണവും കൊടുക്കുന്ന ഈ ഒരു മിക്സിങ്ങാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഏത് മീൻ ഫ്രൈ ചെയ്താലും ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കുന്ന മീനിന് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ലുണ്ടാവുകയാണെങ്കിൽ പോവും. ആറ്റ് മീനും കുളത്തിലെ മീൻ, കായൽ മീനൊക്കെ കടലിൻ്റെ മീനിൻ്റെ പോലെ അല്ല, ഒരു വ്യത്യസ്തമായൊരു സ്മെല്ലൊക്കെ ചിലപ്പോൾ കാണുമല്ലോ. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് അടിപൊളിയാണ്, നല്ല ഒരു മണവും രുചിയും. ഈ മസാല ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇത് മസാല പുരട്ടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മസാല പുരട്ടിയിട്ട് 1 മണിക്കൂറോളം മാറ്റി വെച്ചായിരുന്നേ. മറ്റ് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാനെടുത്തത്. പക്ഷേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.